വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ സെൻട്രൽ ജയിൽ, സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ജയിലിൻ്റെ ഘടനകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കുട്ടികൾ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരെ ഇവിടെ പാർപ്പിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 2-3 പദ്ധതികളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എനിക്കിത് ക്ലാസ് നേരെ എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഞാൻ ക്ലാസ് പഠിക്കുന്നത് പോലെയാണ് ഞാനിത് ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു പഠിപ്പിക്കുന്നത് പോലെ മറ്റേ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്ന പോലെ അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഞാൻ എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായവർ കൂടെ കൂടുക, അല്ലാത്തവർ വേറെ ക്ലാസ്സസൊക്കെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സ്പെഷ്യൽ ഹോം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കുറ്റകൃത്യം ചെയ്തതായി കണ്ടെത്തിയ കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലമാണ് സ്പെഷ്യൽ ഹോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി കുറ്റകൃത്യം ചെയ്തതായിട്ട് കണ്ടെത്തിയാൽ ആ കുട്ടീനെ പാർപ്പിക്കും എവിടെ? സ്പെഷ്യൽ ഹോമിലാണ് കേട്ടോ പാർപ്പിക്കുക. സ്പെഷ്യൽ ഹോം കേട്ടോ, ഓർത്തിരിക്കണേ. ഇനി ഒബ്സർവേഷൻ ഹോം എന്താണ്? കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന കുട്ടിയെ അന്വേഷണം തീരുന്നത് വരെ താമസിക്കുന്ന സ്ഥലമാണ് ഒബ്സർവേഷൻ ഹോം എന്ന് പറയുന്നത് കേട്ടോ. ഒരു കുട്ടി കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണ്. അപ്പോൾ ആ കുട്ടീനെ അതിൻ്റെ അന്വേഷണം തീരുന്നത് വരെ ആ കുട്ടിയെ പാർപ്പിക്കാനുള്ള സ്ഥലമാണ് ഒബ്സർവേഷൻ ഹോം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. എന്താണത്? 16 മുതൽ 18 വയസ്സിന് ഇടയ്ക്കുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലമാണ് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് കേട്ടോ. പ്ലേസ് ഓഫ് സേഫ്റ്റി 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ബോസ്റ്റൽ സ്കൂളിലും 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്ലേസ് ഓഫ് സേഫ്റ്റിയിലുമാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അതല്ലാണ്ട് സ്പെഷ്യൽ ഹോംസ് ഉണ്ട്, ഒബ്സർവേഷൻ ഹോംസ് ഉണ്ട് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ സ്പെഷ്യൽ ഹോം, ഒബ്സർവേഷൻ ഹോം, പ്ലേസ് ഓഫ് സേഫ്റ്റി മൂന്നും അറിഞ്ഞിരിക്കണേ. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലോ അല്ലെങ്കിൽ വേറെ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഡെഫിനേഷൻ തന്നിട്ട് ഏതെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മുന്നത്തേൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. കേരള ജയിൽ വകുപ്പിൻ്റെ തലവൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് കേട്ടോ. അതായത് എന്താണ്? DGP ആൻഡ് കറക്ഷണൽ സർവീസസ്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക കേട്ടോ. DGP ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നാണ്. അദ്ദേഹം തന്നെയാണ് കേരള ജയിൽ വകുപ്പിൻ്റെ തലവൻ കേട്ടോ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് കേരള ജയിൽ വകുപ്പിൻ്റെ തലവൻ എന്ന് പറയുന്നത് കേട്ടോ. നിലവിലെ DGP ആൻഡ് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് കേട്ടോ. നിലവിലെ DGP ആൻഡ് കറക്ഷണൽ സർവീസ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് കേട്ടോ. അറിഞ്ഞിരിക്കണേ, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു പദവിയാണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഓരോ മേഖലയുടെയും മേധാവിയായി വർത്തിക്കുന്നത് ആരാണ്? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഓരോ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സംസ്ഥാന ജയിൽ വകുപ്പിനെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 മേഖലകളായിട്ട് നമ്മുടെ സംസ്ഥാന ജയിൽ വകുപ്പിനെ തിരിച്ചിട്ടുണ്ട്. ദക്ഷിണ മേഖല, മധ്യമേഖല, വടക്കൻ മേഖല എന്നിങ്ങനെയാണ് കേട്ടോ തിരിച്ചിരിക്കുന്നത്. 3 മേഖലകളാക്കിയിട്ടുണ്ട്. ദക്ഷിണ മേഖല, മധ്യമേഖല, വടക്കൻ മേഖല. അപ്പോൾ ഈ 3 മേഖലകളുടെയും മേധാവിയായിട്ട് വർത്തിക്കുന്നതാണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. ഇനി നമുക്ക് ജയിൽ വകുപ്പിലെ അധികാര വിന്യാസം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജയിൽ വകുപ്പിൻ്റെ തലവൻ ആരാണ്? DGP കറക്ഷണൽ സർവീസാണ് അല്ലേ വരുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസാണ് ഏറ്റവും തലപ്പത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് DIG ഓഫ് പ്രിസൺസ് ആണ് കേട്ടോ. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്. ഓരോ മേഖലയും കൈകാര്യം ചെയ്യുന്ന ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ് അദ്ദേഹത്തിന് താഴെ വരുന്നത്. പിന്നീടാണ് വരുന്നത് ജയിൽ സൂപ്രണ്ട്, പിന്നെ ജോയിൻറ്റ് സൂപ്രണ്ട്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, അത് കഴിഞ്ഞിട്ട് പ്രിസൺ ഓഫീസർ, ലാസ്റ്റാണ് നമ്മളുടെ തസ്തിക അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ മേലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ്? DGP കറക്ഷണൽ സർവീസസ്, DIG ഓഫ് പ്രിസൺസ്, ജയിൽ സൂപ്രണ്ട്, ജോയിൻറ്റ് സൂപ്രണ്ട്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, പിന്നെയാണ് അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജയിൽ വകുപ്പിലെ അധികാര വിന്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണേ. ഇനി അടുത്തതാണ് നമ്മളുടെ ഈ
തടവ് ശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് വിട്ടയക്കപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ സ്വീകാര്യമായിരിക്കില്ല, ചിലപ്പോൾ എന്താണ് അവർക്ക് നാട്ടിൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ളവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. അതാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത് കേട്ടോ. വിട്ടയക്കപ്പെട്ട തടവുകാരുടെ പുനരധിവാസത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ കെയർ ഹോം കേട്ടോ. ഇനി നമുക്ക് തടവുകാരന് കുറച്ച് അവകാശങ്ങളുണ്ട്. തടവുകാരന് എന്താണ് പ്രിസണിൽ, സെൻട്രൽ ജയിൽ, സബ് ജയിൽ, അങ്ങനെ ഓരോ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് അവകാശങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ചിലപ്പോൾ തടവുകാരൻ്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെട്ടത് ഏത് എന്നൊക്കെ വന്നിട്ട് ചോദ്യം വരാം. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. എന്തൊക്കെയാണ്? മതവിശ്വാസം തുടരുന്നതിന് ശുചിത്വമുള്ള ജീവിത സാഹചര്യം, ആരോഗ്യ വൈദ്യസഹായം, നിയമസേവനം, മതിയായ ആഹാരക്രമം, വിവേചനത്തിനെതിരെയുള്ള സംരക്ഷണം, ഉപാധികൾക്ക് വിധേയമായി കുടുംബവുമായുള്ള ആശയവിനിമയം. അപ്പോൾ ഇത്രയാണ് ഒരു തടവുകാരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഇതിലിപ്പോൾ എന്തായാലും ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു തടവുകാരൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? മതവിശ്വാസം തുടരാൻ, ശുചിത്വമുള്ള ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വൈദ്യസഹായം, നിയമസേവനം, മതിയായിട്ടുള്ള ആഹാരക്രമം, വിവേചനത്തിനെതിരായിട്ടുള്ള സംരക്ഷണം, പിന്നെ ഉപാധികൾക്ക് വിധേയമായി കുടുംബവുമായിട്ടുള്ള ആശയവിനിമയം. ഇവിടെ ഈ ഉപാധികൾക്ക് വിധേയമായി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്, അവർക്ക് അവധിക്ക് പോകണമെങ്കിൽ ലീവ്, അവരുടെ അടിയന്തര അവധി, പിന്നെ സാധാരണ അവധി, ഹോം ലീവ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒരു വ്യവസ്ഥകൾ വെച്ചിട്ടാണ് അവരെ ലീവിന് വേണ്ടിയിട്ട് വിടുന്നത് കേട്ടോ. അവരെ അവധിക്ക് വിടുന്നത് ഓരോ വ്യവസ്ഥകൾ വെച്ചിട്ടാണ്. അതാണ് അങ്ങനെ പറയുന്നത്. ഉപാധികൾക്ക് വിധേയമായി കുടുംബവുമായിട്ടുള്ള ആശയവിനിമയം. അപ്പോൾ അതിനുള്ള സാഹചര്യം, അതിനുമുള്ള അവകാശമുണ്ട് ഓരോ തടവുകാരനും കേട്ടോ. ഇനി നോക്കൂ, ഒരു ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ കുറിച്ച് ഇവിടെ പഠിക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി വനിതാ തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എന്ന് പറയുന്നത് കേട്ടോ. 1986 രൂപീകരിക്കപ്പെട്ട നാഷണൽ എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ വുമൻ പ്രിസണേഴ്സ് ആണ് ഇന്ത്യയിൽ ആദ്യമായി വനിതാ തടവുകാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി. ആയതുകൊണ്ട് ഇതെന്തറിയപ്പെടുന്നു? VR കൃഷ്ണയ്യർ കമ്മിറ്റി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 1986 ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതൊരു ECBC ഫാക്റ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഹോം, ഒബ്സർവേഷൻ ഹോം, പ്ലേസ് ഓഫ് സേഫ്റ്റി, പിന്നെ നമ്മളുടെ ആഫ്റ്റർ കെയർ ഹോം, നമ്മുടെ അധികാര വിന്യാസം, പിന്നെ അവകാശങ്ങൾ, പിന്നെ നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ കമ്മിറ്റി. അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരാൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ, ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ബയോളജി SCERT ടെക്സ്റ്റ് ബുക്ക് ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കൊരു റിവിഷൻ എന്നുള്ള രീതിയിൽ. കാരണം ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റേഴ്സിൽ നിന്നാണ് കേട്ടോ. നമ്മൾ നിസ്സാരെന്ന് കരുതി തള്ളിക്കളയുന്ന ചെറിയ ചെറിയ ബോക്സിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് PSC കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള എല്ലാ പോയിൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറിയിട്ട് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ അവധി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തടവുകാരുടെ അവധി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കേട്ടോ. കാരണം അത് അവധി എന്ന് പറയുന്നത് നമ്മൾ ഇതിങ്ങനെ ഫാക്റ്റുകൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. പക്ഷേ അതിന്ന് ഏത് ടൈപ്പിലാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്കറിയണം. ആ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ആൻസർ ചെയ്യാനും അറിയണം. അപ്പോൾ ഞാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം താങ്ക് യു.